അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഫിഖിന്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജറാദ്, തോഹിറ്, കറാമത്ത്, നഫ്ല്, കളാ, സുന്നത്ത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മുസ്തഹബിന്റെ മറ്റൊരു പേര് എന്താണ്? മുസ്തഹബിന്റെ മറ്റൊരു പേരെന്താണ്? നഫ്ലാണ്. ഉത്തരം എന്താണ്? നഫ്ല്. 2, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കപ്പെടേണ്ടതാണ്. ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കപ്പെടേണ്ടതാണ്. ഏതാണ് ഉത്തരം? ഉത്തരം കളാ ആണ്. എന്താണ്? കളാ. 3, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം ഏതാണ്? തോഹിറാണ്. ഏതാണ്? തോഹിർ. 4, നജസല്ലാത്ത ശവത്തിൽ പെട്ടതാണ്. നജസല്ലാത്ത ശവത്തിൽ പെട്ടതാണ് എന്ത്? ജറാദ്. ഉത്തരം എന്താണ്? ജറാദ്. 5, ഉളുവിൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ. ഉളുവിൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ കറാഹത്താണ്. എന്താണ്? കറാഹത്താണ്. ഇനി 2, ശരി അടിയാളപ്പെടുത്താം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈലിന്റെ ചുരുങ്ങിയ സമയം. ഇവിടെ കോളത്തിൽ 3 ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ശരി മാത്രം അടിയാളപ്പെടുത്തിയാൽ മതി. ഹൈലിന്റെ ചുരുങ്ങിയ സമയം. ഹൈലിന്റെ ചുരുങ്ങിയ സമയമാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം എന്താണ്? 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരം? 1 ദിവസമാണ്. ചുരുങ്ങിയതാണ് ചോദിച്ചത്. അപ്പോൾ 1 ദിവസം ടിക്കറ്റ് കൊടുക്കുക. 2, തൈമമിന്റെ ഫർലാകുന്നു. തൈമമിന്റെ ഫർലാകുന്നു. അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? മുഖം തടവൽ, തല തടവൽ, കാൽ തടവൽ. അപ്പൊ അവിടെ ഏതാണ്? മുഖം തടവലാണ്. ഉത്തരം എന്താണ്? മുഖം തടവൽ. 3, ബാങ്കിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ. ബാങ്കിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ എന്താണ്? ഫർള്, സുന്നത്ത്, ഷർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം? ഏതാണ്? സുന്നത്താണ്. ഇനി 4 നോക്കാം. ഫാത്തിഹയിൽ പെട്ടതാണ്. ഫാത്തിഹയിൽ പെട്ടതാണ് ഔദു ബിസ്മി വജ്ഹതു. അപ്പൊ അവിടെ എന്താണ് ഉത്തരം? എന്താണ്? ബിസ്മിയാണ്. 5, സുബഹിൽ സുന്നത്താണ് അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, കുനൂത്ത്. അപ്പൊ ഏതാണ് ഉത്തരം? കുനൂത്താണ്. ഇനി 3ാമത്തത് നോക്കാം. യോജിച്ച സ്ഥാനത്ത് എഴുതാം. യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ 1 ബ്രാക്കറ്റിലുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിയ്യത്ത്, തല തടവൽ, കിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, വെള്ളം തുഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ 3 കോളത്തിൽ ഇങ്ങനെ ഉളോയിന്റെ ഷർത്ത്, ഉളോയിന്റെ ഫർള്, ഉളോയിന്റെ സുന്നത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാത് കോളത്തില് ഇവിടെയുള്ള മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ആൻസർ തെരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പൊ നമുക്ക് ഉളുവിന്റെ ഷർത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ളം തൊഹൂറായിരിക്കലും അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഇതാണ് ഉളുവിന്റെ ഷർത്ത്. ഉളുവിന്റെ ഷർത്ത് ഏതൊക്കെയാണ്? വെള്ളം തൊഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഇനി ഉളുവിന്റെ ഫർള് നോക്കാം. നീയത്ത്, തല തടവൽ. ഉളുവിന്റെ ഫർള് ഏതൊക്കെയാണ്? നീയത്ത്, തല തടവൽ. ഇനി ഉളുവിന്റെ സുന്നത്ത് ഏതാണെന്നൊക്കെ നോക്കാം. കിബിലക്ക് മുന്നിടലും മിസ്വാക്ക് ചെയ്യലും. എന്തൊക്കെയാണ്? കിബിലക്ക് മുന്നിടലും മിസ്വാക്ക് ചെയ്യലും. ഇനി അതിൽ 2ാമത്തെ നോക്കാം. ബ്രാക്കറ്റിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുസ്ലിം ആവുക, അള്ളാഹുവിനെ സ്തുതിക്കുക, ലൊഹറിന്റെ സമയത്തായിരിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 40 ആളെ കൊണ്ടായിരിക്കുക, സ്വതന്ത്രനാവുക. അപ്പൊ അവിടെ 3 കോളത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹുതുബയുടെ ഫർള്, ജുമുഅ സ്വഹീഹ് ആവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്. അപ്പൊ നമുക്ക് ഹുതുബയുടെ ഫർള് ഏതൊക്കെയാണെന്ന് നോക്കാം. അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഏതൊക്കെയാണ് ഹുതുബയുടെ ഫർള്? അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇനി ജുമുഅ സ്വഹീഹ് ആവാനുള്ള ഷർത്താണ് ചോദിച്ചത്. അപ്പൊ അത് ഏതൊക്കെയാണ്? ലുഹറിന്റെ സമയത്തായിരിക്കുക, 40 ആളെ കൊണ്ടായിരിക്കുക. ഏതൊക്കെയാണ് ജുമാ സ്വഹീഹ് ആവാനുള്ള ഷർത്ത്? 40 ആളെ കൊണ്ടായിരിക്കുക, ലുഹറിന്റെ സമയത്തായിരിക്കുക. ഇനി 3 നോക്കുക. ഹജ്ജ് വാജിബാക്കാനുള്ള ഷർത്താണ് ചോദിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് ഹജ്ജ് വാജിബാക്കാനുള്ള ഷർത്ത്? 1 മുസ്ലിം ആവുക, 2 സ്വതന്ത്രനാവുക. അപ്പൊ അതൊക്കെ അതാത് കോളത്തിൽ എഴുതി കൊടുക്കുക. ഇനി 4 വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജുമയുടെ അല്ലാത്ത ഹുതുബയുടെ ഷർത്ത്. ജുമയുടെ അല്ലാത്ത ഹുതുബയുടെ ഷർത്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ്? 1 അറബി ഭാഷയിലായിരിക്കുക, 2 പുരുഷനായിരിക്കുക. എന്തൊക്കെയാണ്? 1 അറബി ഭാഷയിലായിരിക്കുക, 2 പുരുഷനായിരിക്കുക. 2, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം ഏതാണ്? ഉത്തരം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ്. എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ്. 3, നോമ്പിന്റെ ഫർളുകൾ. നോമ്പിന്റെ ഫർളുകൾ ഏതൊക്കെയാണ്? ഉത്തരം 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക. ഏതൊക്കെയാണ്? 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക. ഇനി 5 ക്രമത്തിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 1ാമത്തെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്ഹറത്ത് ലി റബ്ബി ലിൽ ഫമി അസ്സിവാക മർലാത്തുൻ. അപ്പൊ അത് ക്രമത്തിൽ എഴുതാനുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇത് ക്രമാക്കല്? അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർലാത്തു ലി റബ്ബി. എങ്ങനെയാണ്? അസ്സിവാക്കു മത്ഹറത്തും ലിൽ ഫമി മർലാത്തു ലി റബ്ബി. ഇനി 2ാമത്തെ നോക്കാം. അസ്സലാത്ത് അഹദക്കും ഇദാ ഹലറത്തി ഫൽവസിൻ ലക്കും.
അപ്പൊ അതെങ്ങനെ ക്രമത്തിലാക്കലേ? ഹിദാ ഹലറത്തി സ്വലാത്ത് ഫൽ യുവസിൻ ലക്കും അഹദക്കും. എങ്ങനെയാണ്? ഹിദാ ഹലറത്തി സ്വലാത്ത് ഫൽ യുവസിൻ ലക്കും അഹദക്കും. ഇനി ആറാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ വാജിബുള്ള അമലാണ്. ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ്. എന്താണ്? ഉത്തരം ഉംറയാണ്. ഇനി 2, ഫർദ് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ. ഫർദ് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. എന്താണ്? വാജിബാണ്. 3, കാരണം കൂടാതെ സക്കാത്തുൽ ബദന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ. കാരണം കൂടാതെ സക്കാത്തുൽ ബദന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? ഹറാമാണ്. ഉത്തരം എന്താണ്? ഹറാമാണ്. ഇനി 4, റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ്. റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് എന്ത്? തറാവീഹ്. ഏതാണ്? തറാവീഹ്. ഇനി 7ാമത്തെ നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു. അപ്പൊ അവിടെ എന്താണ്? ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. 2, റബ്ബന ലക്കൽ ഹംദു ഡാഷ് അസ്സമാവാതി ഡാഷ് വമിൽ മാ ശിഅത മിൻ ഡാഷ് ബഅദ്. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? റബ്ബന ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൽ അൽ അർള വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്നാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 ഒട്ടകത്തിന് ഡാഷ് 30 ഡാഷ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഡാഷ് ആടിന് ഒരു ആടും ഡാഷ് നൽകണം. എന്താണ്? 5 ഒട്ടകത്തിന് ഡാഷ് 30 ഡാഷ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഡാഷ് ആടിന് ഒരാടും ഡാഷ് നൽകണം. അപ്പൊ അവിടെ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? 5 ഒട്ടകത്തിന് ഒരു ആടും 30 മാടിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് ഒരു ആടും സക്കാത്ത് നൽകണം. ഇനി 8ാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏതെല്ലാം? നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏതെല്ലാം? ഉത്തരം എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സ്വലാം. ഏതൊക്കെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം. ഇനി 2, ജംഉ തഖ്ദീം എന്നാൽ എന്ത്? ജംഉ തഖ്ദീം എന്നാൽ എന്താണ്? ഉത്തരം അസ്ർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. എന്താണ്? അസ്ർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. ഇനി 3, ഹജ്ജിന്റെ മീഖാത്തുകൾ ഏതെല്ലാം? ഹജ്ജിന്റെ മീഖാത്തുകൾ ഏതൊക്കെയാണ്? യലംലം, ദുൽ ഹുലൈഫ, ജൂഫ, കർണൽ മൻസിൽ, ദാത്തുൽ ഇർക്ക്. അപ്പൊ ഇതുവരെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറണേ.